കറപ്ഷൻ ഇൻ പൊളിറ്റിക്സ്, രാഷ്ട്രീയത്തിലുള്ള അഴിമതി. ഇത് ചെറിയ രീതിയിലെങ്കിലും അനുഭവിക്കാത്ത അധികം ആൾക്കാരുണ്ടാവില്ല. പക്ഷേ ഇതിന് കാരണങ്ങൾ എന്താണ്, ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു, ഇതിനെങ്ങനെയാണ് നമ്മൾക്കൊരു പോംവഴി ഉണ്ടാവുക, ഹൗ കെൻ വി മേക്ക് ദ പൊളിറ്റിക്കൽ സിസ്റ്റം ക്ലീൻ, നിരവധി ചോദ്യങ്ങളുണ്ട് നമ്മൾക്ക് മാത്രമല്ല ഈ കണ്ടസ്റ്റൻസിനും. സോ ഇവരുടെ ഈ ഡിസ്കഷനിലേക്ക് നമുക്ക് കടന്നു ചെന്ന് നോക്കാം where we end up. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഇരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് അല്ലേ. സെറ്റിൽ നിന്നൊക്കെ മാറി കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ട് നല്ലൊരു ഫ്രഷ് ടോപ്പിക്കൊക്കെ എടുത്ത് നമുക്ക് തുടങ്ങാം ഒരു ചർച്ചയിലേക്ക്. നമുക്ക് എങ്ങനെയാണ് സജന ഒരു നമ്മുടെ സൊസൈറ്റിയിലോട്ട് ഉള്ള ഒരു അപ്രോച്ച് എങ്ങനെയാണ്? എല്ലാ കാര്യങ്ങളോടും അപ്രോച്ച് ചെയ്യാറുണ്ടോ? ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നു. ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്ന് പറയുമ്പോൾ വളരെയധികം അഭിമാനിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഡെമോക്രസി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ടോപ്പിക്കാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കറപ്ഷൻ ആൻഡ് പൊളിറ്റിക്സ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഞാൻ സിനിയോട് ചോദിച്ചോട്ടെ, വോട്ട് ചെയ്യാറുണ്ടോ? അതായത് ഞാൻ ആദ്യത്തെ തവണ വോട്ട് ചെയ്യാൻ പോയപ്പോഴത്തേക്കും എനിക്ക് വോട്ട് ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതിനു മുന്നേ എത്ര പേര് ഇവിടെ വോട്ട് ചെയ്തിട്ടുണ്ട്? ഓക്കെ, അപ്പം ബാക്കിയുള്ളവരൊക്കെ വോട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ അതോ പോകുന്നതേ ഉള്ളൂ? ഓക്കെ, സിനി വരും. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ ജനങ്ങളെ തിരഞ്ഞെടുക്കുന്ന ഒരു വ്യവസ്ഥയാണുള്ളത്. പക്ഷേ പലരും പല വാഗ്ദാനങ്ങളും നമുക്ക് നൽകുന്നു, പക്ഷെ അതൊരിക്കലും പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നില്ല. അവർക്ക് ആ പൊസിഷനിൽ എത്തുമ്പോൾ അവർ എങ്ങനെയാണെന്ന് അറിയുന്നില്ല. അവരവരുടെ സ്വന്തം കാര്യങ്ങൾക്ക്, അതായത് സ്വന്തമായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് മാത്രം അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ആദ്യം കുറച്ച് കണ്ണു പൊടിയിടാൻ എന്തെങ്കിലുമൊക്കെ നമ്മുടെ നാടിൻ്റെ വികസനത്തിന് എന്തൊക്കെയോ ചെയ്യുന്ന പോലെ കാണിച്ച് പിന്നെ വെറും അതൊരു പ്രഹസനം മാത്രമായി മാറുമ്പോൾ തീർച്ചയായിട്ടും അതൊരു അഴിമതിയാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പല കാര്യങ്ങളും നടക്കാതിരിക്കുന്നത് അവർക്ക് അതിലൊന്നും അപ്പോൾ താല്പര്യമില്ലാതെയാവുകയും സ്വന്തമായിട്ടുള്ള ഒരു ഗുണങ്ങൾ മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചെയ്യുന്നു. ഇതിന് ഒരുപക്ഷെ ഈ ചെല്ലുന്ന ആള് തിരഞ്ഞെടുത്ത് ചെല്ലുന്ന ആൾ നല്ല ആഗ്രഹം കൊണ്ട് ചെന്ന ആളാണെങ്കിൽ പോലും ആ ഒരു ക്രൗഡ്, അവിടെയുള്ളവർ നല്ലത് ചെയ്യുന്ന ആളിനെ ഒരുപക്ഷെ സമ്മതിക്കില്ല. ആ ഒരു പാതയിലേക്ക് ഓട്ടോമാറ്റിക്കലി മാറുന്നവരുമുണ്ട്. ഈ രാഷ്ട്രീയത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന അഴിമതികളിലേക്ക് ആഗ്രഹമില്ലെങ്കിൽ പോലും അതിലേക്ക് വലിച്ചയക്കപ്പെടുന്ന ഒരുപാട് നേതാക്കന്മാർ നമുക്ക് ഉണ്ട്. എങ്ങനെയോ അവിടെ എത്തുമ്പോൾ അങ്ങനെ ഒരു രീതിയിലേക്ക് മാറുന്നു. അവർ സ്വന്തമായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾ പലർക്കും നടത്താൻ വേണ്ടിയിട്ട് അഴിമതി അതൊരു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്ഥാനമാനങ്ങൾ ഏറ്റുകൊടുക്കുന്നവർ അവർ ദുരുപയോഗം ചെയ്യാണ് അല്ലേ? നമ്മുടെ രാഷ്ട്രത്തിൽ നടക്കുന്ന ഒരു കാര്യം അതാണ്. ദുരുപയോഗം ആണ്, എന്താണ്, അധികാരത്തിന്റെ ദുരുപയോഗമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഓക്കെ, ഇതിന്റെ ബേസിസിൽ നമുക്ക് എന്തൊക്കെ നഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത്? ഇത് രാഷ്ട്രത്തിന് നമുക്ക് ഫേസ് ചെയ്യേണ്ട പ്രോബ്ലംസ് ഇതുകൊണ്ട് ആണോ ഏറ്റവും വലിയ പ്രോബ്ലംസ് ഉണ്ടാകുന്നത്? അതായത് ഡെവലപ്മെന്റ് നടക്കുന്നില്ല എന്നുള്ള ഒരു തോന്നൽ ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? വിനയ്ക്ക് എന്താ പറയാനുള്ളത് അതേക്കുറിച്ച്? ഇപ്പൊ ഡെവലപ്മെന്റ്സ് ഒന്നും നടക്കുന്നില്ല അങ്ങനെയൊക്കെ തോന്നുന്നു. അതിനെ മാത്രം കുറ്റം പറയാനും പറ്റില്ല. ഡെവലപ്മെന്റ്സിന് ജനങ്ങൾ തന്നെ എതിര് നിൽക്കണുണ്ട്. എന്തൊരു കാര്യം മുമ്പോട്ട് കൊടുത്താലും നമുക്കറിയാം ഇല്ലാത്ത സമരങ്ങളും ഹർത്താലുകളും ഉണ്ടാവില്ല. അപ്പോൾ അവരെ മാത്രം കുറ്റം പറയാതെ നമ്മുടെ ഭാഗത്തും കൂടിയും ചേഞ്ച് വരുത്തിയാലാണ് ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞപ്പോഴാണ് പലപ്പോഴും പല ഫണ്ടുകളും പല കാര്യങ്ങൾക്കും വേണ്ടി പ്രൊവൈഡ് ചെയ്യും ഗവൺമെന്റിൽ നിന്ന്. അത് അവർ ബഡ്ജറ്റിൽ വെച്ചിട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ ഒരു എന്താ പറയുക അസംബ്ലി വിളിച്ചു കൂട്ടിയിട്ടൊക്കെ പാസ്സാക്കി ഫണ്ട് പലപ്പോഴും ഈ ലോക്കൽ കമ്മിറ്റി എന്നൊക്കെ പറയും, ലോക്കൽ ഫണ്ട് എന്നൊക്കെ പറയും, അങ്ങോട്ട് എത്തിക്കും. പലപ്പോഴും ഡിലേ ആയിട്ട് ചിലപ്പോൾ 1 കൊല്ലോ 2 കൊല്ലോ ഒക്കെ വൈകിട്ടാണെങ്കിലും സാധനം എത്തിയ ഫണ്ട് പിന്നെ എവിടെ പോകുന്നു? അത് പൊളിറ്റിക്കലി ഉള്ള അഴിമതി കൊണ്ട് മാത്രമല്ല, അതിന് കാരണക്കാരൻ നമ്മൾ ഓരോരുത്തരുമാണ്. കാരണം നമ്മളെ പോലെ പലരുമാണ് ഈ ലോക്കൽ കമ്മിറ്റികളിൽ വർക്ക് ചെയ്യുന്നത് തന്നെ സാധാരണ ജനങ്ങളാണ്. കറപ്ഷന് ഇങ്ങനെ ഒരു തോന്നലുണ്ടോ? പ്രതിബദ്ധതയില്ലാത്ത ഒരു ഭരണകൂടം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളൊരു കറപ്ഷൻസ് ഉണ്ടാവുന്നത്, അഴിമതി ഇത്രയും വ്യാപ്തമായി ഉണ്ടാവുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതിന് വളമിടുന്നത് അല്ലെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യുന്നത് സാധാരണ ജനങ്ങളാണ്. ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഹൈ ക്ലാസ്സിന് ഒരിക്കലും അതിന് പോകേണ്ടി വരില്ല. ബിക്കോസ് അവർക്ക് എന്താ പറയുക, അവരുടെ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് അവർക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നേടിയെടുക്കാൻ പറ്റും. പക്ഷെ ഒരു മിഡിൽ ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാൻ നേതാക്കന്മാരല്ലെങ്കിൽ അവരില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അതിനുള്ള ഈസി വേ നോക്കാണ്. സോ സാധാരണ ജനങ്ങളാണ്. ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ പറഞ്ഞ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് പറഞ്ഞല്ലേ, ഈ ഇൻഫ്ലുവൻസ് ഒരു അഴിമതിയല്ലേ?
ഇൻഫ്ലുവൻസ് അല്ല ഞാൻ അതായത് ഈ പറയുന്നത് സാധാരണക്കാർക്ക് നിഷേധിക്കപ്പെടുന്നത് പണം കൊണ്ട് വാങ്ങുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഇല്ലേ? ഇപ്പൊ കഴിഞ്ഞ ദിവസം കണ്ടത് ഏതോ ഒരു ആദിവാസി ഒരു സ്ഥലത്ത്, ആ സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. അവിടെ ഭക്ഷണം പട്ടിണിക്ക് കിടന്നിട്ട് പല രോഗങ്ങളും, വെള്ളം കുടിക്കാനില്ലാതെ ഭക്ഷണം കിട്ടാനില്ലാതെ കരയുന്ന അമ്മമാര്, അവർക്ക് ഈ അംഗൻവാടി വഴി പലതും ഓഫർ ചെയ്തിട്ട് പല മന്ത്രിമാരും പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും അവർക്ക് ഒരിക്കലും ഹൈ കിട്ടുന്നില്ല. ക്ലാസ്സുകാർ ചൂഷണം ചെയ്യപ്പെടാറില്ല ഒരിക്കലും. അതെന്തുകൊണ്ടാണ്? അതുപോലെ അത് അവരുടെ കയ്യിൽ ഹൈ പണം ഉള്ളതുകൊണ്ട്. ചൂഷണം ചെയ്യപ്പെടാറില്ല. മന്ത്രിമാർക്ക് കൊടുക്കാൻ പണം അവരുടെ കയ്യിലുള്ളതുകൊണ്ടല്ലേ? അതുപോലെ തന്നെ നമ്മളിപ്പോൾ പഠന കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് പോലുള്ള അഡ്മിഷൻസിനൊക്കെ എത്ര കുട്ടികൾ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിട്ട് പോലും അവർക്ക് സീറ്റ് കിട്ടാതെ വരുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. അത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമുക്കിന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. അവിടെ അഴിമതിയാണ് നടക്കുന്നത്. ശരിക്കും അതിൽ പറഞ്ഞാൽ മാത്രമല്ല, ഒരു സാധാരണക്കാരിലുള്ള- ജോലിക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ഇന്റർവ്യൂസിൽ മന്ത്രിമാരുടെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ ജോലി കിട്ടും. അവിടെ എഡ്യൂക്കേഷൻ, അവരുടെ സർട്ടിഫിക്കറ്റ് ഇത്രയും കൊല്ലം പഠിച്ചത്, അതിനൊന്നും വാല്യൂ ഇല്ല. 2 മന്ത്രിമാർ അല്ലെങ്കിൽ 2 MLA-മാരുടെ എന്തുണ്ടെങ്കിൽ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ജോലി ഉറപ്പാ. തീർച്ചയായിട്ടും ഒരുപാട് അതുകൊണ്ട് ഏരിയകളിൽ തന്നെ ഇന്നത്തെ അങ്ങനെയാണ്. സാധാരണക്കാരന് ഒരു ഒരു വിലയില്ലാണ്ടാവുകയാണ്. സ്റ്റെപ്പ് ഇല്ലാണ്ട് പോയി ഇരിക്കുകയാണ്. അവർക്ക് ഒരു സ്വന്തം വിലയില്ലാണ്ട് ജീവിതം പോവാ. പച്ച പിടിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഈ സാധാരണക്കാരൻ ഓട്ടോമാറ്റിക്കലി ഒരു ചെറിയ പച്ച ജീവിതത്തിൽ കാണാൻ വേണ്ടിട്ട് അവര് തുടങ്ങി വെക്കും എന്തെങ്കിലുമൊക്കെ ഒരു തിന്മയിലേക്ക് തിന്മയിലേക്ക് കേറും. ഇങ്ങനെ അമ്മോ, ഓരോന്നായിട്ട് എനിക്ക് ഈ സഹായിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യും. തീർച്ചയായിട്ടും അത് പിന്നെ തിരിച്ച് നമ്മൾ വലിയ വലിയ കേസുകളിലെ കണ്ണികളായി മാറുകയാണ് നമ്മുടെ സാധാരണക്കാർ. ഇത്രയും അഴിമതിയൊക്കെ നടക്കുമ്പോൾ ഇത്രയും അതിനോടൊപ്പം തന്നെ തിന്മ നമ്മുടെ സൊസൈറ്റിയിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് തിന്മ എന്ന് പറയുന്നത്. അപ്പോൾ അതിനോടുള്ള അതിനെ സംബന്ധിച്ച് എന്തൊക്കെയായിരിക്കും നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പം നിലനിൽക്കുന്ന പ്രോബ്ലംസ്? ഇപ്പം ടെററിസം ഒക്കെയാണ്. അതൊക്കെ ഏറ്റവും വലിയ അഴിമതിയുടെ കൂടെ നിൽക്കുന്ന ഒരു സംഭവമാണ് അത്. വലിയ സമൂഹം, യുവത്വത്തിന്റെ ആ ഒരു വലിയ സമൂഹം തന്നെ ആ ഒരു നെഗറ്റീവിസത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അഴിമതി കാരണമാണല്ലോ ഇതിനെ ഒരു വഴി വെക്കുകയാണ്, ടെററിസത്തിന് ഒരു വഴി വെക്കുകയാണ്. അപ്പം എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ അതിലേക്ക് അവർ വഴിതിരിഞ്ഞു പോകുന്നത്? എന്തുകൊണ്ടായിരിക്കും? പണത്തിനോടല്ല അർത്ഥം. നമ്മുടെ ലൈഫ് മോടി പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ലൈഫ് ആർഭാടമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർക്ക് പണത്തിന് വേണ്ടി ഒരുപാട് Family ഓഫേഴ്സ് requirements. കിട്ടുന്നു. അവര് പിന്നെ വേറെ ഒന്നും നോക്കുന്നില്ല. തീർച്ചയായിട്ടും. കാരണം സാധാരണ നിലയിൽ ഒരു കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു ഓഫറുകൾ കിട്ടുമ്പോൾ അവന്റെ കുടുംബത്തെ രക്ഷിക്കാൻ ആദ്യം അതിൽ ഇൻവോൾവ് ആവും, ഫസ്റ്റ് അതിലേക്ക് എൻ്റർ ആവും. പിന്നെ അത് ഗ്രാജുവലി അത് തെറ്റാണെന്ന് അവൻ തെറ്റാണെന്നുള്ള ഓർക്കുന്നില്ല. ബോധം, അതെ, ആ ഒരു ഇത്തിരി നേരത്തെങ്കിലും നമ്മുടെ കുടുംബം നന്നാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു സാധാരണക്കാരൻ അത് അല്ല, ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് കിട്ടേണ്ട അർഹമായിട്ടുള്ള ഒരു സംഭവം നമ്മൾ അത് കൈക്കെടുത്തുമ്പോൾ അതൊരു തെറ്റല്ലേ? ഏറ്റവും വലിയ തിന്മയല്ലേ അത്? ടെററിസം ഒക്കെ എന്ന് പറയണമെങ്കിൽ ഇതൊരു പേഴ്സണൽ മറ്റുള്ളവരുടെ ഓഫർ അല്ലല്ലോ നമ്മൾ തട്ടിയെടുക്കുന്നത്. നമ്മുടെ രാജ്യത്തിന് തന്നെ നശിപ്പിക്കാൻ വേണ്ടി ഏതൊക്കെയോ വലിയ വലിയ ശക്തികൾ നമ്മളെന്നെ ഒരു ആയുധമാക്കി മാറ്റുകയാണ് അതില്. എനിക്ക് തോന്നുന്നു നമ്മൾ പലപ്പോഴും അതിന്റെ രാജ്യദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കുടുംബം കണ്ണീര് കുടിക്കുന്നത് കാണുമ്പോൾ സഹിക്കാൻ വയ്യാതെ അവരുടെ ജീവിതം ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ടായിരിക്കും പല സാധാരണക്കാരും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എൻ്റർ ഇത്രയും ആവുക. സാധാരണക്കാരൊക്കെ വിജയ്, ഞാൻ പറയട്ടെ, സാധാരണക്കാര് പണമില്ലാത്ത ആളുകള്, ചെറിയ കുട്ടികൾ, അങ്ങനെ അവര് ഇതിലേക്ക് എൻ്റർ ആവുന്നതൊക്കെ നമുക്ക്. പക്ഷെ അതിലും ഒരുപാട് പണമുള്ള നമ്മുടെ എന്താ പറയാ, ഒരു സ്ഥാനമാനങ്ങൾ, ഒരുപാട് നമ്മൾ ബഹുമാനിക്കേണ്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവര് ഇതിലേക്ക് ഇറങ്ങുമ്പോൾ എന്താ അതിനൊരു ന്യായം എന്താണ്? ഇത് സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ നിയമം തന്നെയാന്ന് നിയമം വെച്ചാൽ തന്നെയാണ്. ഒരു ശിക്ഷ കൂടുതൽ അവര് കൊടുക്കുന്നില്ല. നിയമമാണ് ഇതിനുള്ള ഏറ്റവും വലിയ പഴുത്. ഇത്രയും നാളായിട്ടും ഞാനൊരു ഇതിനകത്ത് വായിച്ചാണ്, ഒരു പേപ്പറിൽ വായിച്ചാണ്, കുറേ അഴിമതികൾ നമ്മൾ കാണുന്നുണ്ട്. കുറേ പേര് ടെററിസത്തിലേക്ക് പോകുന്നുണ്ട്. പിന്നെ കുറേ ആൾക്കാർ പൊളിറ്റിക്കലി ഇങ്ങനെ കുറേ കൈക്കൂലി അങ്ങനെ പിന്നെ അത് മാത്രമല്ല, നമ്മുടെ മന്ത്രിമാർ തന്നെ ഇപ്പോൾ കുറച്ച് നമ്മൾ സംസാരിച്ച പോലെ തേൽക്ക കേസ് എന്നൊക്കെ പറഞ്ഞ പോലെ ഇങ്ങനെ നമ്മുടെ ഒരു പ്രധാനമന്ത്രി തന്നെയാണ് അതിലേക്ക് പോയിരിക്കുന്നത്. എന്നിട്ട് അതിനൊന്നും ഇപ്പം ഈ നിലവിൽ ഇത്രയും അഴിമതി ഇത്രയും നടന്നിട്ടും ആകെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ 2 പേർക്ക് ആകെ അതിന് ശിക്ഷ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇത്രയും കേസുകൾ നടക്കുന്നുണ്ട്, ആകെ 2 ശിക്ഷകളെ കിട്ടിയിട്ടുള്ളൂ. അതും ആൾക്കാർക്കൊരു ഇതാണ്. കീർത്തിയോട് ഒരു കാര്യം പറയാനുണ്ട്. ഏറ്റവും അധികം നിയമങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. പക്ഷെ അത് നടപ്പിലാക്കുന്നതിന് മുൻപ് തന്നെ അതിനുള്ള നടപടികൾ, അതിൻ്റെ റിസൾട്ടിലേക്ക് എത്തുന്നതിന് മുൻപ് അത് തടയാനുള്ള ഒരുപാട് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നുള്ള ഒരു കാര്യത്തിന് അതുപോലെ തന്നെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ പണിഷ്മെന്റിലേക്ക് എത്തുന്നതിന് മുൻപ് അവർ രക്ഷപ്പെട്ടു പോകും. നിയമങ്ങളും അധികമുണ്ട്, നിയമങ്ങളിലേക്ക് എത്താനുള്ള നൂലാമാലകളും അധികമാണ്. അത് മാത്രമല്ല, നമ്മളിപ്പോ രക്ഷപ്പെടാനുള്ളതും പറഞ്ഞല്ലോ ടെററിസം ലൂപ്പ് ഹോൾസ് മാത്രമല്ല, അതിലേക്ക് എത്താനായിട്ട് നമ്മൾ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഇങ്ങനെ ഇട്ട് വെച്ചേക്കാണ്. ഇങ്ങനെ വന്നാലേ ഈ ജഡ്ജ്മെന്റിൽ എത്തുള്ളൂ, ഫൈനൽ ഇതിലേക്ക് ലൂപ്പ് ഹോൾസ് വരും. ഈ നെഗറ്റീവിസത്തിലേക്ക് തിരിയണമെങ്കിൽ അതിനൊരു തക്കതായ കാരണം ഉണ്ടാവണമല്ലോ. അതെ, സൊസൈറ്റിയിൽ ഒരു തക്കതായ കാരണം ഇല്ലാതെ ആ ഒരു നെഗറ്റീവിലേക്ക് സംതറയത്തില്ല ഒരിക്കലും. അപ്പൊ അതിന് തടയിടുക എന്നുള്ളതായിരിക്കണം നമ്മുടെ അതെന്തായിരിക്കും? അതിനുള്ള റീസൺ എന്തായിരിക്കും? എനിക്ക് തോന്നിയിട്ടുള്ള ഞാൻ പറഞ്ഞോട്ടെ.
പറഞ്ഞോട്ടെ. അപ്പോൾ ഇപ്പം നമ്മൾ ഒരാളെ വോട്ട് ചെയ്യാണ്, വിശ്വസിച്ച് അയാളെ വോട്ട് ചെയ്യാണ്, എന്നിട്ട് നമ്മൾ നമ്മുടെ നേതാവായിട്ടാണ് അയാളെ പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ അയാളിലുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെടുമ്പോഴല്ലേ ഇങ്ങനെ ഒരു നമ്മൾ പിന്നെ നെഗറ്റീവ് വേസ്, പിന്നെ എന്താണ് വഴി? നമ്മൾ ടെററിസത്തിലേക്ക് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ നെഗറ്റീവിലേക്ക് നമ്മൾ മൂവ് ചെയ്യാൻ സാധ്യത, അവരിലേക്ക് ഒരു നെഗറ്റീവ് തോട്ട് ഉണ്ടാക്കണം. അതുകൊണ്ടായിരിക്കാം. അല്ല, ഇപ്പം ഒരാളെ സെലക്ട് ചെയ്യും, നമ്മൾ എലക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും അയാൾ ഒരു അഴിമതി കറപ്റ്റ് അല്ല. അതിന് ശേഷം ചില ഒരു മൂവിയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഏതോ ഒരു മൂവി, ഞാൻ മൂവി ഓർക്കണില്ല, ഒരു മനുഷ്യനെ ചേഞ്ച് ചെയ്യാൻ 3 കാര്യങ്ങൾക്കാണ് പറ്റുക. 3 കാര്യങ്ങൾക്കാണ് ഒരു മനുഷ്യനെ ചേഞ്ച് ചെയ്യാൻ പറ്റുക. പണം, പവർ, പെണ്ണ്. ഈ 3 കാര്യങ്ങൾക്കാണ് ഒരു മനുഷ്യനെ ചേഞ്ച് ചെയ്യാൻ പറ്റുക. അതെനിക്കൊന്നും വളരെ ശരിയാന്ന്. പവർ കിട്ടിക്കഴിയുമ്പോൾ അത് ഒരു മലയാളം ഒരു കവിത ഉണ്ട്, 1 കിട്ടുകിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും. അതുപോലെ നമുക്ക് കിട്ടുന്ന ഒന്നും പോരാ, വീണ്ടും വീണ്ടും വേണം എന്നുള്ള ഒരു ഗ്രീഡി സൊസൈറ്റിയാണ്. ഒരിക്കലും നമ്മളുടെ സമൂഹത്തിലെ പ്രതിനിധികളാണ് നമ്മുടെ ഈ പൊളിറ്റിക്സിൽ നമ്മുടെ നേതാക്കന്മാരായിട്ട് വരുന്നത്. ഒരിക്കലും അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവരെ സെലക്ട് ചെയ്ത് വിടുന്നത്, അല്ലെങ്കിൽ അവര് നമ്മളുടെ സമൂഹത്തിലെ അങ്ങനെയുള്ള ഒരു സമൂഹത്തിന്റെ പ്രതിനിധികളാണ്. പൊളിറ്റീഷ്യൻസിനെ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. സത്യം പറഞ്ഞ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെ ശരിക്കും നേരായ വഴി കൂടെ നയിച്ചുകൊണ്ട് പോകാൻ ആരുമില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നടന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ, അവിടുത്തെ യൂത്ത് കംപ്ലീറ്റ് അവിടെ ഭയങ്കര ആ ഒരു റെവല്യൂഷൻ ഈ ഇടയ്ക്ക് സംഭവിച്ച കാരണം എന്ന് വെച്ചാൽ, യൂത്തിന് വേണ്ടിയിട്ട് അവിടുത്തെ ആ ഭരണകൂടം ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അവരെ തിരിച്ചടിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അഗ്രസീവായിട്ടാണ് അവർ പെരുമാറിയത്. കാരണം അത്രയ്ക്ക് മൂർധന്യാവസ്ഥയിൽ എത്തിച്ചേർന്നപ്പോൾ വേറെ ഒരു മാർഗമില്ല, അവർക്ക് തിരിച്ചടിക്കാൻ മാർഗമില്ല. അവർ നേരെ ഗവൺമെന്റിനെതിരെ തിരിഞ്ഞു. അത് തന്നെയാണ് ഒരു ചുരുങ്ങിയ ലെവലിൽ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം നമ്മുടെ ഈ കേരളത്തിൽ, ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൽ പോലും അതിൻ്റെ വളരെ വലിയൊരു വലയ സൃഷ്ടിച്ചിരിക്കുകയാണ്. സോ ഗവൺമെന്റിനെതിരായിട്ട് സമൂഹം തിരിയുന്നതിന്റെ ഒരു ഭാഗമാണ് ഇത്രയധികം യുവാക്കൾ. ഒന്ന് ചോദിച്ചോട്ടെ, ഗവൺമെന്റിനെതിരെ ഒരു സമൂഹം തിരിയുക അന്ന് പറയുമ്പോൾ അത് നമ്മളുടെ ആകെയുള്ള ഒരു ഭരണ വ്യവസ്ഥയെ താറുമാറാക്കുന്ന ഒരു അങ്ങനെ ആ രീതിയിലുള്ള ഒരു പ്രതിഷേധം വന്ന രാജ്യത്തിന്റെ, എന്തായാലും നമുക്ക് നീതിന്യായ വ്യവസ്ഥകൾ ഉള്ളത് എല്ലാം ഉള്ളതാണ് അല്ലേ? ഇറ്റ് ഇസ് റിട്ടൺ. അത് ഇനിയിപ്പം നടത്തിക്കൊണ്ട് വരുന്നത് നമുക്ക് പുതിയതായിട്ടൊന്ന് ഉണ്ടാക്കാനും കഴിയില്ല. അത് ഒരു ഭരണകൂടത്തിന്റെ, പക്ഷെ അത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരു ഭരണകൂടത്തിന്റെ കഴിവും കൂടിയാണ് അത് നടത്തിക്കൊണ്ട് വരേണ്ടത്. അത് അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പൊ നമ്മുടെ ഒരു ഭരണകൂടം അതിനുള്ള ഒരു ധൈര്യം, അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രസൻസ് അവർ കാണിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യം വളരെ താറുമാറായിട്ട് പോകും. അത് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്, യൂത്ത്. അതുകൊണ്ട് യൂത്ത് മാറി നിൽക്കുന്നു എന്നുള്ളൊരു വിപത്ത് വരുന്നില്ല. യൂത്ത് ഇതിൽ ഇൻവോൾവ്ഡ് ആണ്. അതുമാത്രമല്ല, ഈ ടോക്ക് ഷോയിൽ കൂടെ നമുക്ക് മനസ്സിലായത് ഇതാണ്, ഇനിയും നമ്മൾ കറപ്ഷനിലേക്ക് ഒരു അലേർട്ട് നൽകുകയാണ്, അല്ലെങ്കിൽ ഒരു വാർണിംഗ് നൽകുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ടോക്ക് ഷോ അതിനൊരു പ്രചോദനമാകും.